കടല് അത് ദൂരത്ത് നിന്ന് നോക്കി കാണാൻ വളരെ മനോഹരാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ കാണുന്നത് ലക്ഷറി ആയിട്ടുള്ള ക്യാബിൻസ്, ഫോറിൻ പോർട്സ്, ലക്ഷങ്ങള് സാലറി ഇവയൊക്കെയാണ് അല്ലേ? പക്ഷെ ഈ ഓരോ ഫോട്ടോയുടെയും പിന്നിലുള്ള റിയാലിറ്റീസിനെ കുറിച്ചിട്ട് ആരും അധികം സംസാരിക്കാറില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മർച്ചന്റ് നേവിയുടെ ഡാർക്ക് സൈഡിനെ കുറിച്ചിട്ടാണ്. ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനു മുന്നേ ഈ വീഡിയോ ഒന്ന് കാണണേ. ഇത് ആരെയും ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല. ഏതൊരു കാര്യത്തിനായി കഴിഞ്ഞാലും അതിന്റെ പോസിറ്റീവും നെഗറ്റീവും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ അതുപോലെ നിങ്ങൾ കണ്ടിട്ടുള്ളത് മർച്ചന്റ് നേവിയുടെ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഭാഗത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോഴും ഞാൻ അതിന്റെ ഡാർക്കസ്റ്റ് സൈഡ് കൂടി ഇന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അതിൽ ആദ്യം തന്നെ പറയുന്നത്, ഷിപ്പിൽ ജോലി ചെയ്യുന്ന ഒരാള് വീട്ടിൽ നിന്നും എത്രയോ അകലെയാണുള്ളത് അല്ലെ? അവര് 6 തൊട്ടിട്ട് 9 മാസം വരെ വീട്ടിൽ നിന്ന് അകന്നിട്ടാണ് താമസിക്കുന്നത്. അവർക്കൊരു ഫെസ്റ്റിവൽ ഇല്ല, ബർത്ത്ഡേസ് ഇല്ല, എന്താ പറയണ്ടേ, ഒരു എമർജൻസി പോലും അവർക്ക് വീട്ടിൽ എത്തിപ്പെടാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടില് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് അവിടെ പെട്ടെന്ന് റീച്ച് ആവാൻ സാധിക്കണമെന്നില്ല. നിങ്ങൾ സ്റ്റിൽ കപ്പലിലെ കടലിന്റെ നടുക്കായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഐസൊലേഷൻ എന്ന് പറയുന്നത് മെന്റലി ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതായിട്ട് പറയാനുള്ളതാണ് മെന്റൽ സ്ട്രെസ് ആൻഡ് ലോൺലിനെസ്. ഒരു കപ്പലിൽ കൂടിപ്പോയാൽ ഒരു 20-25 പേരുണ്ടാകും. ഈ 20-25 പേരുടെ ഫേസ് തന്നെയാണ് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ സോഷ്യൽ ലൈഫ് ഇല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള ഇന്റർനെറ്റേ ഉള്ളൂ. സോ ഇങ്ങനെയുള്ള ലോൺലിനെസ് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം എന്നില്ല. ഇങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ എത്തിയ ആൾക്കാരുടെ കേസസ് പോലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ട്. അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് ഹാർഡ് ഫിസിക്കൽ വർക്ക്, എസ്പെഷ്യലി GP റേറ്റിംഗ് ലെവലില് ഹെവി വെയിറ്റ് ലിഫ്റ്റിങ്, അതുപോലെ ക്ലീനിങ്, 12 hours ഡ്യൂട്ടി, വെതറിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങള്. ഇനി മെറൈൻ എഞ്ചിനീയേഴ്സിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ അവർ ഡ്യൂട്ടി 24 hours വരുന്നത് എഞ്ചിൻ റൂമിലാണ്. സോ ആ എഞ്ചിൻ റൂമിലെ അതികഠിനമായ ചൂട്, അവിടുത്തെ എഞ്ചിന്റെ നോയ്സ്, ഓയില്, ഗ്രീസ്, ഇതിലൊക്കെ കടന്ന് ഉള്ളൊരു ജീവിതമാണ് എഞ്ചിനീയേഴ്സിന് വരുന്നത്. സോ ഒരു എയർ കണ്ടീഷൻഡ് ജോബല്ല മെർച്ചന്റ് നേവി ജോലി എന്ന് പറയുന്നത്. മെർച്ചന്റ് നേവി ജോലി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടൈമിംഗ് ഉള്ള ജോലിയൊന്നും അല്ല. അതായത് നാട്ടിലൊക്കെ പോലെ 9 to 5 ജോബ് അല്ല വരുന്നത്. അവർക്ക് ഏത് സമയം വേണമെങ്കിലും ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് സജ്ജരായിരിക്കണം. നൈറ്റ് വാച്ച് ഉണ്ടാകാം, എമർജൻസി അലാംസ് വരാം, പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പോർട്ടിലെ വർക്ക് ഉണ്ടാവാം. സോ ഉറക്കം പോലും നേരാമണം കിട്ടാത്തൊരു ജോലിയാണ് ഈ മെർച്ചന്റ് നേവി ജോലി എന്ന് പറയുന്നത്. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ ഈ ഒരു ഫീൽഡിൽ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണല്ലോ മെയിൻ ആയിട്ട് മെർച്ചന്റ് നേവിയിൽ വരുന്നത്. സോ ഇത് എല്ലാവർക്കും ടഫ് ആവുന്ന ഒരു കാര്യമായിരിക്കില്ല. പക്ഷെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതൊന്ന് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. സോ ഇതില് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് വരാം, ട്രസ്റ്റ് ഇഷ്യൂസ് വരാം, ലൈഫ് ഇവന്റ്സ് ഒക്കെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാം. സോ ഈ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും അവരുടെ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് അവരുടെ പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ട്. റിസ്ക് ആൻഡ് സേഫ്റ്റി ആണ്. ഈ ഒരു ഫീൽഡിൽ സേഫ്റ്റി ഒക്കെ പക്കാ ഉണ്ടെങ്കിലും നമുക്ക് റിസ്ക് 0 ആണെന്ന് പറയാൻ സാധിക്കില്ല ഒരിക്കലും. കപ്പൽ പോകുന്ന കടലിന്റെ കണ്ടീഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഹാർഡ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻ വരാം, കാറ്റ് വരാം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പൈറസി ഉള്ള ഏരിയാസിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഈ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഇനി സാലറിയുടെ റിയാലിറ്റീസ് നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ ഓഫ് കോഴ്സ് മെർച്ചന്റ് നേവിയിൽ ഗുഡ് സാലറി ആണ്. പക്ഷെ ഈ ഒരു സാലറി ലഭിക്കുന്നത് ജോലി ചെയ്യുന്ന, അതായത് ഓൺ ബോർഡ് ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. സൈൻ ഓഫ് ആയിട്ട് വീട്ടിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സാലറി ഒന്നും ലഭിക്കില്ല. അതുപോലെ ചില കമ്പനീസ് ഒരു ജോബ് സെക്യൂരിറ്റീസും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സാം ആണെങ്കിലോ അത് നല്ല ടഫായിട്ടുള്ള എക്സാംസ് തന്നെയായിരിക്കും. സോ ലക്ഷം സാലറീസ് കാണുന്നതിന്റെ ഒപ്പം അതിന്റെ പിന്നിലുള്ള ഹാർഡ് റിയാലിറ്റീസ് കൂടി അറിഞ്ഞിരിക്കണം. മെർച്ചന്റ് നേവി ജോലി എന്ന് പറയുന്നത് അത്ര ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നൊന്നല്ല ഞാൻ ഈ പറഞ്ഞു വന്നിട്ടുള്ളത്. ജസ്റ്റ് അതിന്റെ പിന്നിലുള്ള കുറച്ച് റിയാലിറ്റീസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ആരെയും ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. ഇതൊരു നല്ലൊരു കരിയർ തന്നെയാണ്. പക്ഷെ ഇത് എല്ലാവർക്കും ഫിറ്റ് ആയിക്കൊള്ളണമെന്നില്ല. സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക്, ഫാമിലി സപ്പോർട്ട് ഉള്ളവർക്ക്,
അതുപോലെ ലോങ് ടേം ഗോൾ ഉള്ളവർക്ക് ഇവർക്കൊക്കെ ഈ ഒരു കരിയർ എന്ന് പറയുന്നത് ലൈഫ് ചേഞ്ചിങ് തന്നെ ആയേക്കും. കടല് മനോഹരം തന്നെയാണ്, പക്ഷെ അതിൽ ജോലി ചെയ്യണമെങ്കിൽ ഇത്തിരി ഫിസിക്കലി മെന്റലി സ്ട്രോങ് കൂടി ആയിരിക്കണം. മെർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ഡ്രീം മാത്രം കണ്ടാൽ പോരാ, അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഹാർഡ് റിയാലിറ്റീസ് കൂടി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് മെർച്ചന്റ് നേവി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അതൊന്ന് പോയി കണ്ടു നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് ആൾക്കാർക്കെങ്കിലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്സിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും, ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കും. മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, താങ്ക് യു.